ഉപ്പിട്ടാലേ ആകുള്ളൂ. അതിനാ കൂടുതലപ്പോൾ അതിനും കൂടി ഇടാൻ. അത് കഴിഞ്ഞ ദിവസം വെള്ളം മുഴുവൻ നിറഞ്ഞു. പിന്നെ വേണം അത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ആക്കി കൊമ്പ് മുറിച്ച് ഒന്നാണ്. എൻ്റെ പേര് സണ്ണി, ഒഫീഷ്യൽ നെയിം സെബാസ്റ്റ്യൻ, വീട്ടുപേര് പുരിയിടത്തിൽ. മീനച്ചിൽ താലൂക്കിൽ പാലായടുത്ത് ഇടമറുകം എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ 2 ഫാമിലി ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ഒരാളുടെ പേര് തോമസ് തറപ്പേൽ എന്നാണ്. അദ്ദേഹവും ഞങ്ങളുടെ ഒരേ ലൊക്കാലിറ്റിയിൽ തന്നെയുള്ള ഒരാൾ. പിന്നെ അടുത്തയാൾ ബേബിച്ചൻ കപ്പിയാങ്കിൽ എന്ന് പറയും. അവർ കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സൈഡിൽ നിന്നാണ്. ഞങ്ങൾ 3 ബാച്ചിലേഴ്സ് 1981 പാലായിൽ നിന്ന് ഇവിടെ എത്തിയതാണ്. ഞങ്ങൾ 3 കൂട്ടം കൂടി ഒരു 100 ഏക്കർ സ്ഥലം ഒന്നിച്ച് വാങ്ങിച്ചിട്ട് തുല്യമായിട്ട് വീതിച്ച് നറുക്കിട്ടെടുക്കുക ചെയ്ത്. ആർക്കും പരാതിയൊന്നും വരാതിരിക്കാണ്ട് നറുക്കിട്ട് തന്നെ എടുക്കുക ചെയ്ത്. എന്നിട്ട് ഇവിടെ എല്ലാം മുൾപ്പടർപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മുൾക്കാടുകൾ മാത്രം. അതെല്ലാം അന്നെല്ലാം വളരെ ക്ലിയർ ചെയ്ത് സ്ഥലമെല്ലാം വൃത്തിയാക്കി കൃഷികൾ തുടങ്ങുക ചെയ്ത്. നമുക്കിവിടെ താമസിക്കാനായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതിനകത്തൊരു ചെറിയ ഫാം ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 കൂട്ടനോട് ഒന്നിച്ചിവിടെ താമസിച്ചുകൊണ്ടിരുന്നു. താമസിച്ചുകൊണ്ട് ജോലികളെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ എല്ലാം ക്ലിയർ ചെയ്തു. 1 വർഷം കൊണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് കുളങ്ങളൊക്കെ ഉണ്ടാക്കി, പമ്പ് സെറ്റുകളെല്ലാം സ്ഥാപിച്ചു, പൈപ്പ് ലൈനുകളെല്ലാം സ്ഥാപിച്ചു. തെങ്ങ് കൃഷിയാണ് ആദ്യം തുടങ്ങിയത്. നമ്മൾ നല്ല തോട്ടങ്ങളിൽ നിന്ന് നല്ല തെങ്ങ് തിരഞ്ഞിട്ട് അതിൽ നിന്ന് തേങ്ങായും തിരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സ്വന്തം നഴ്സറി ഉണ്ടാക്കി അതിലെ നല്ല തൈകൾ തിരഞ്ഞെടുത്ത് നടുകയാണ് ചെയ്തത്. അത് 4 വർഷം 5 വർഷമായപ്പോൾ മുതൽ കായ വന്നു തുടങ്ങി. അതിനിടയ്ക്ക് തന്നെ നമ്മൾ പച്ചക്കറി കൃഷികൾ, മഞ്ഞൾ കൃഷി, വാഴക്കൃഷി, അങ്ങനെ മറ്റ് ചെറിയ കൃഷികളും ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് ചിലവിനുള്ള പൈസ കൂടി അതിൽ നിന്ന് വന്നുകൊണ്ടിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞൊരു 7-8 വർഷം വരെ ഈ പറഞ്ഞ ചെറിയ കൃഷികളൊക്കെ ചെയ്തു. പിന്നെ തെങ്ങൊക്കെ വലിപ്പം വെച്ചതോടുകൂടി ഷെയ്ഡ് കൂടിയതോടുകൂടി നമ്മൾ പച്ചക്കറി മറ്റ് കൃഷികൾ, ചെറിയ കൃഷികളൊക്കെ കുറച്ചുകൊണ്ട് അതും മുഴുവൻ നിർത്തലാക്കി. അതിനുശേഷം നമ്മൾ തെങ്ങിനുള്ളിൽ വാഴ, മഞ്ഞൾ, മറ്റ് കൃഷികളൊക്കെ പലതും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇടക്കാലത്ത് മൈറ്റ് അറ്റാക്ക് ഉണ്ടായി, മണ്ടരിബാധ ഉണ്ടായപ്പോഴത്തേക്കും കുറച്ച് വരുമാനത്തിൽ ഒരുപാട് കുറവ് വന്നു. തേങ്ങാക്കാളെല്ലാം വളരെ ചെറുതായിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ അതൊരു 2-3-4 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇമ്പ്രൂവായി. മൈറ്റ് അറ്റാക്കൊക്കെ മാറി വീണ്ടും നല്ല കാലാവസ്ഥയെത്തി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മറ്റ് മൾട്ടി ക്രോപ്പ്, ഇൻ്റർ ക്രോപ്പുകളൊക്കെ തുടങ്ങി. ജാതിയാണ് നമ്മൾ ആദ്യം മെയിനായിട്ട് വെച്ചത്. ജാതി കുറേ വെച്ചിട്ടുണ്ട്. അതിനുശേഷം അത് നമ്മുടെ കടുകമ്മാക്കൽ ഇനമാണ് കൊണ്ടുവന്ന് വെച്ചത്. അവിടെ നിന്ന് വിത്ത് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ച് നമ്മളിവിടെ നഴ്സറി ഉണ്ടാക്കി നമ്മൾ തൈകൾ തയ്യാറാക്കി നടുകയാണ് ചെയ്തത്. പിന്നെ അതിൽ ആൺമരങ്ങൾ വന്നതൊക്കെ നമ്മൾ ബഡ് ചെയ്തു. ആവശ്യമുള്ള ആൺമരങ്ങൾ നിർത്തുകയും ചെയ്തു. ബാക്കിയൊക്കെ ബഡ് ചെയ്ത് പെൺമരങ്ങളാക്കുകയും ചെയ്തു. പിന്നെ നമ്മൾ ബട്ടർ ഫ്രൂട്ട് കൃഷി ചെയ്തിട്ടുണ്ട്, അവക്കാഡോ. അതും ഇപ്പോൾ കായ്ക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ സീസണല്ല, പൂ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ ഇപ്പോൾ. പിന്നെ നമ്മൾക്ക് തെങ്ങിനകത്ത് തന്നെ വാഴക്കൃഷിയുണ്ട്, മഞ്ഞൾ കൃഷിയുണ്ട്. ഒരു വിള കൊണ്ട് മാത്രം നമുക്ക് ശരിയാകത്തില്ല, പല വിളകൾ വേണം. നമ്മുടെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമാനായ ഒരു മനുഷ്യൻ 7 ഇതിൽ മുതൽ മുടക്കിയിരിക്കുന്നു. അങ്ങനെ പലതിൽ നമ്മൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പല കൃഷികൾ ചെയ്തിട്ടുണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു കൃഷി മാത്രമാകുമ്പോൾ നമുക്ക് ചിലവിനുള്ളതേ കിട്ടത്തുള്ളൂ. ഒരെണ്ണത്തിൽ നമുക്ക് ചിലവിനുള്ളത് കിട്ടണം, ബാക്കിയുള്ളത് നമുക്ക് മിച്ചമാകണം. അങ്ങനെ ചെയ്തെങ്കിലേ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രസ് എന്ന് പറയാനുള്ളൂ. അല്ലെങ്കിൽ എന്താ, ജസ്റ്റ് നമ്മൾ കൃഷി ചെയ്യുന്നു, അതുകൊണ്ട് ജീവിച്ചു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ജീവിച്ചു പോകുന്നുള്ളതല്ല നമുക്ക് ആവശ്യം. നമുക്ക് പ്രോഗ്രസ് വേണം. ആ പ്രോഗ്രസ് നമുക്ക് ഇങ്ങനെ പലതരം വിളകൾ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മൾ ചെയ്യാനുള്ള പണികളെല്ലാം ഒരേ സ്ഥലത്ത് ചെയ്യുന്നു. നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ ചെയ്യണം. അപ്പം പല വിളകൾ കൊണ്ട് നമുക്കൊരു കാനപ്പി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗ്രീനറി ഉണ്ടായി കഴിയുമ്പോഴത്തേനും അടിയിൽ കളകൾ ഉണ്ടാകത്തില്ല. അഥവാ ഉണ്ടാകുന്നത് തന്നെ വളരെ പരിമിതമായിട്ടേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ പലതുകൊണ്ട് കവർ ചെയ്ത് കഴിയുമ്പോൾ ഒന്നിന് വളമായിട്ടും വരികയും ചെയ്യും. ഒന്നിൻ്റെ ഇലകളും തെങ്ങിൻ്റെ ആണെങ്കിൽ മടലും സാധനങ്ങളൊക്കെ
അത് അതിന് തന്നെ വളവാകും, മറ്റുള്ളതിനും വളവാകും. അതിനിടയ്ക്ക് നമ്മൾ ശീമക്കൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലകൾ വീഴുന്നു. അതുപോലെ ഈ നമ്മുടെ ഓർഗാനിക് ഫാമാണ്. ഓർഗാനിക് ഫാം എന്ന് വെച്ചാൽ നമുക്കതിനകത്ത് അതിനകത്തുള്ള ജീവികളെ ജീവിക്കാൻ നമ്മൾ അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ മണ്ണിനെ റീസൈക്കിൾ ചെയ്തു. അവരുടെ കാസ്റ്റിങ്സ് തന്നെ മതി മണ്ണിന് ഫെർട്ടിലൈസറായിട്ട്. നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിച്ചുകൊണ്ട് നിറേണ്ട കാര്യമേ ഇല്ല. അപ്പം മണ്ണിൻ്റെ ആരോഗ്യം കൂടിക്കൊണ്ടിരിക്കും, മണ്ണിൻ്റെ കരുത്ത് കൂടിക്കൊണ്ടിരിക്കും. അപ്പം രോഗാവസ്ഥ എന്ന് പറയുന്നത് ഉണ്ടാകുകയില്ല. നമുക്ക് ഇതുവരെ അങ്ങനത്തെ രോഗങ്ങളൊന്നും അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. ഇടയ്ക്ക് നമുക്ക് മുമ്പ് ഉണ്ടായ ഒരു രോഗം എന്ന് പറയുന്നത് തെങ്ങിന് ഈ മണ്ടരിബാധ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി. ഇപ്പോഴും പല തോട്ടങ്ങളിലും പല രോഗങ്ങളുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ തോട്ടത്തിൽ കാണാനില്ല. അതെ, നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതിന് ചെയ്യുന്നതിനെ വളരെ എക്സ്പെൻസീവാണ്. ആ എക്സ്പെൻസൊക്കെ വെച്ച് കൂട്ടി കഴിയുമ്പോഴത്തേനോ നമുക്കിത് ചെയ്തൊന്നും നീക്കിബാക്കിയൊന്നും ഉണ്ടാകത്തില്ല. അപ്പം നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ ആ നാച്ചുറൽ കണ്ടീഷനിൽ വിടുക ചെയ്തത്. അപ്പോൾ നാളുകൾ കൊണ്ട് അത് തന്നെ മാറുകയാണ് ചെയ്തത്. അതുപോലെ തേങ്ങയുടെയൊക്കെ ആണെങ്കിലും എണ്ണവും നമ്മുടെ പറമ്പിൽ കൂടുതലുണ്ട്, സൈസ് കൂടുതലുണ്ട്, വെയിറ്റും കൂടുതലുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട് ഇവിടെ. അപ്പം ഞങ്ങൾ രണ്ടുപേരെന്ന് പറഞ്ഞാൽ പറമ്പിൽ ഞങ്ങളെക്കൊണ്ട് മാക്സിമം ജോലികൾ ഞങ്ങൾ ചെയ്യുകയും ചെയ്യും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓൾമോസ്റ്റ് 7 to 6 ടൈം നമ്മൾ മാക്സിമം നമ്മുടെ തോട്ടിൽ നമ്മൾ വർക്ക് ചെയ്യും. പിന്നെ മക്കളൊക്കെ കൂടുതലും, മക്കളെല്ലാവരും ഇപ്പം ബാംഗ്ലൂർ ജോലിയിലാണ്. അവരൊക്കെ ഇവിടെ വരുമ്പോഴാണെങ്കിലും നമ്മുടെ കൂടുതൽ എല്ലാ ജോലികൾക്കും കൂടും. അവർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും ഇവിടെ വന്ന്, നമ്മൾ സിറ്റിയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് മക്കളെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് അവരുടെ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് അവർ അവരുടെ ജോലിക്ക് പോയി കഴിയുമ്പോഴത്തേനും നമ്മൾ ഇവിടെ വന്ന് സ്ഥിര താമസമാക്കി. പക്ഷേ സ്കൂൾ ടൈമിലാണെങ്കിലും അവർക്ക് വെക്കേഷനുള്ള ടൈമിൽ അവർ നമ്മുടെ കൂട്ടത്തിൽ വരികയും ഇവിടെ വന്ന് നമ്മുടെ എല്ലാ ജോലിക്കും കൂടുകയും ചെയ്യും. തേങ്ങയൊക്കെ പെറുക്കിക്കൊണ്ടുവന്ന് കൂട്ടാനും ചുവന്ന് കൊണ്ടുവന്നിടാനും എല്ലാം അവർ എല്ലാ കാര്യങ്ങൾക്കും, അതുപോലെ വല്ലതൊക്കെ നടാനും ഒക്കെയാണ് എല്ലാത്തിനും അവർ ഹെൽപ്പ് ചെയ്യും. അവരൊക്കെ തന്നെ വാഴകളൊക്കെ നട്ടിട്ടുണ്ട്. എല്ലാ പണിക്കും അവർ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. തെങ്ങിൽ നമുക്ക് ശരാശരി 150 തേങ്ങ ശരാശരി കിട്ടും. അത് 500 ഗ്രാമിന് മുകളിൽ കിട്ടും. അത് 500 മുതൽ 800 വരെയാണ് നമ്മുടെ തേങ്ങയുടെ തൂക്കം. മിനിമം 500 വരും. അത് 1 കിലോയ്ക്ക് മുകളിലുള്ളതും ഉണ്ടാവും. പിന്നെ കാലാവസ്ഥ അനുസരിച്ച് ചെറിയ വേരിയേഷൻസൊക്കെ വന്നുകൊണ്ടിരിക്കും. പിന്നെ വിലയെ അനുസരിച്ചും വിലയിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. നമ്മൾ കിലോയ്ക്ക് 43 രൂപ വരെ നമ്മളിവിടെ ഹോൾസെയിലായിട്ട് നമ്മൾ വിറ്റിട്ടുണ്ട്. അതിൽ നിന്ന് വന്ന് ഇപ്പം 23 രൂപ വരെ എത്തി നിൽക്കുന്നു. അത് ഇനി കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്നു. സാധാരണ നമ്മളൊരു 2 മാസം 3 മാസം കൂടുമ്പോഴാണ് തേങ്ങ ഇടുന്നത്. കേരളത്തിൽ സീസൺ തീരുമ്പോഴത്തേനും കർണാടകത്തിൽ സീസൺ തുടങ്ങും തേങ്ങയുടെ. അവിടുത്തെ സീസൺ ഓൾമോസ്റ്റ് തീരാറാകുമ്പോൾ കർണാടകത്തിൽ സീസൺ തുടങ്ങും. ഒരു നവംബർ ഡിസംബർ ജനുവരി സമയത്ത് എല്ലായിടത്തും ഷോർട്ടേജുള്ള സമയമാണ്. ആ സമയത്ത് ഇവിടെ കൂടുതൽ വിലയും കിട്ടാറുണ്ട് സാധാരണഗതിയിൽ. ഞങ്ങളുടെ 3 ഫാമിലിയുടെ കൂടി ഒരു 6000 തെങ്ങുകളുണ്ട്. 6000 തെങ്ങിന് ശരാശരി 150 തേങ്ങ വെച്ച് ഉള്ള കണക്കിൽ വരും തേങ്ങ. അപ്പോൾ അതിവിടെ അതെ ഒരു വർഷത്തിൽ കിട്ടുന്ന കാര്യമാണ് കേട്ടോ ഈ പറയുന്നത്, ഒരു കട്ടിങ് അല്ല. അപ്പോൾ ഒരു തെങ്ങിൻ്റെയൊക്കെ പറഞ്ഞാൽ 500 കിട്ടുന്നു, 800 കിട്ടുന്നു, തേങ്ങ കിട്ടുന്ന മരമൊക്കെ ഉണ്ട്. പക്ഷെ അത് ആവറേജ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആവറേജ് എന്ന് പറയുമ്പോൾ നമുക്ക് 150 തേങ്ങ. തെങ്ങ് നമ്മൾ 28 അടി മുക്കോണമായിട്ട് വെച്ചിട്ടുണ്ട്. 28 അടി മുക്കോണം വയ്ക്കുമ്പോൾ നമുക്ക് ഒരു ഏക്കറിൽ ഒരു 60-65 മരം വരും. 28 അടി ചതുരം വെച്ചിട്ടുണ്ട്. ചതുരം വെച്ചിരിക്കുമ്പോൾ നമുക്കൊരു 55 മരം വരും ഏക്കറിൽ. പിന്നെ 23, 46 എന്നുള്ള സ്പേസിങ്ങൾ നമ്മൾ തെങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 46 വരും. പിന്നെ നമ്മളതിനിടയ്ക്ക് നമ്മൾ ബട്ടർ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. അത് 2 തെങ്ങിനിടയ്ക്കായിട്ട്, തെങ്ങിൻ്റെ ലൈനയിൽ 2 തെങ്ങിൻ്റെ ഇടയ്ക്കായിട്ട് ഓരോന്നാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മളങ്ങനെ ഒരു 100 മരം വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ബഡ് പ്ലാന്റ് അഥവാ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് നമ്മൾ അമ്പലവയലിലെ നഴ്സറിയിൽ നിന്നാണ്, ഗവൺമെൻറ് നഴ്സറിയിൽ നിന്നാണ് വാങ്ങിച്ചുകൊണ്ടെന്ന് വെച്ചത്. അത് നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു വർഷം കൂടെ നമ്മുടെ കവറൊന്ന് മാറി ഇത്ര വലിയ കവറിനകത്ത് വെച്ച് ഇത്ര വളർത്തി അതിൻ്റെ ഇത്ര സുരക്ഷിതമാക്കിയതിന് ശേഷമാണ് നമ്മൾ നട്ടത്. 2-2-2 എന്നുള്ള സൈസിലുള്ള കുഴി എടുത്തിട്ട് അതിനകത്ത് കമ്പോസ്റ്റും മേൽമണ്ണും ഇട്ട് ഫില്ല് ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ നട്ട് വെച്ചിട്ട് നമ്മൾ നനച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഗ്രോ ചെയ്തിട്ട് ഈൽഡായി തുടങ്ങി. കഴിഞ്ഞ വർഷം മുതൽ പൂവൊന്നു തുടങ്ങി. ഈ വർഷം നല്ല ആദായത്തിലെത്തും. ഇപ്പോൾ പൂവ് വരാൻ തുടങ്ങുന്നു. അവിടെ ഇവിടെയൊക്കെ ഓരോന്നിൽ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു മരത്തിൽ പൂവായിട്ടുണ്ട്, വരുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തെങ്ങ് മാത്രം കൊണ്ട് ഒരേ ഒരു മോണോക്രോപ്പ് എന്ന് പറയുന്നത് വിജയകരമല്ല അത്. അപ്പം പല ക്രോപ്പുകളുണ്ടെങ്കിൽ നമുക്ക്
വിജയിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ബട്ടർ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. വേറെയും ഉണ്ട് നമുക്ക് ക്രോപ്പുകൾ. ഇപ്പം ഒരു ഭാഗത്ത് 100 ബട്ടർ ഫ്രൂട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം ഈ മരങ്ങളൊക്കെ വയ്ക്കുമ്പോൾ മറ്റൊരു ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇലകളും ബ്രാഞ്ചസും ഒക്കെ നീണ്ടു കഴിയുമ്പോഴത്തേനും കളകൾ ഭൂമിയിലുണ്ടാകുന്നത് വളരെ കുറയും. അപ്പം ഇതിൻ്റെ ഇലകൾ വീണ്ടും മണ്ണിനൊരു മൾച്ചിങ്ങായി. അപ്പോൾ അതവിടെ കമ്പോസ്റ്റായി. അപ്പോൾ അതിനും ഗുണമായി, തെങ്ങിനും ഗുണമായി, എല്ലാത്തിനും ഗുണമായി. മൈക്രോ ബാക്ടീരിയാസിനും മണ്ണിരയ്ക്കും മറ്റ് ജീവജാലങ്ങൾക്കും വളരുന്നതിനുള്ള എക്കോസിസ്റ്റവുമായി. പിന്നെ നമ്മളതിൻ്റെ ഫ്രൂട്ട് നമ്മൾ കൊടുക്കാനായിട്ട് ബാംഗ്ലൂർക്ക് അയക്കാനുള്ള സംവിധാനമുണ്ട്. മൈസൂർ മാർക്കറ്റിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ഓർഗാനിക് ഷോപ്പുകളിലുള്ള കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ കൊടുക്കും. അപ്പോൾ ഓർഗാനിക് ഷോപ്പിൽ കൊടുക്കുമ്പോൾ നമുക്ക് ഒരു പ്രീമിയം പ്രൈസ് കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മൾ നല്ല ഗ്രേഡ് ഐറ്റം മാത്രമേ നമ്മൾ വിൽക്കുകയുള്ളൂ. ഗ്രേഡ് മോശമുള്ളത് നമ്മൾ കൊടുക്കത്തുമില്ല. അത് ഏതോ ഐറ്റം ആണെങ്കിലും അതെ, നമ്മൾ ഗ്രേഡ് മോശമുള്ളത് നമ്മൾ കൊടുക്കാറില്ല. ഇത്തിരി കുറഞ്ഞ സാധനങ്ങൾ നമ്മൾ വാല്യൂ അഡീഷന് വേണ്ടി എടുക്കും. അതിലും തീരെ മോശമായിട്ടുള്ള നമ്മൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് കമ്പോസ്റ്റായിട്ട് പോകും. നമുക്ക് ഈ ബട്ടർ ഫ്രൂട്ടിൽ നിന്ന് ഒരു വർഷം ഒരു 6000 മുതൽ 8000 രൂപ വരെ കിട്ടിക്കൊണ്ടായിരുന്നത്. അത് നമ്മൾ മൈസൂരിൽ കടകളിലും ഓർഗാനിക് ഷോപ്പുകളിലുമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. നമുക്ക് ഒരു മരത്തിന് കിട്ടിക്കൊണ്ടെന്നാണ് ഈ 6000 മുതൽ 8000 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അതേ ലെവലിൽ തന്നെ നമുക്ക് ബാക്കി നട്ടിരിക്കുന്ന മരങ്ങൾക്കും കിട്ടുകലായി ഒന്നുമില്ല. അതിൽ കൂടുതൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് വെച്ച് കണക്ക് കൂട്ടാം. ശരാശരി 7000 കൂട്ടിക്ക് 100 മരത്തിന് കൂട്ടിക്ക് 7 ലക്ഷം രൂപ കിട്ടും. അത് ഉറപ്പായിട്ടും കിട്ടും. അതിന് കുറവൊന്നും വരത്തില്ല. കാരണം ഡിമാൻഡ് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇതിനെ നമുക്ക് ബട്ടർ ഫ്രൂട്ടിന് ഇതുവരെ നമുക്കിവിടെ യാതൊരു കീടങ്ങളെയും കണ്ടിട്ടില്ല. യാതൊരു രോഗബാധയും ഇവിടെ കണ്ടിട്ടേ ഇല്ല. ആകപ്പാടെ കണ്ടിരിക്കുന്നത് കായ്ക്ക് ചിലപ്പോൾ ഓട്ട വീഴാറുണ്ട്. അത് പാഷൻ ഫ്രൂട്ടിനും ചിലപ്പോൾ ഇങ്ങനെ ഓട്ട കാണാറുണ്ട്. അതേപോലെ ഒരു വർഷമേ കണ്ടിട്ടുള്ളത്. കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ട് അങ്ങനെ സംഭവിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് അങ്ങനെ വരാൻ വഴിയില്ല. മറ്റു രോഗങ്ങളൊന്നും ഇതുവരെ ഇതിന് കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്കെന്താ മറ്റേ ഈ പെസ്റ്റിസൈഡ്സിൻ്റെ യാതൊരുവിധ പെസ്റ്റിസൈഡ്സിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഒന്നാമത് ഓർഗാനിക് ഫാമാണ് നമ്മളൊന്നും ഉപയോഗിക്കാറില്ല. നമ്മൾ ഇതിന് സീറോ കൾട്ടിവേഷൻ എന്ന് പറയാം. നമ്മൾ സീറോ ഇൻപുട്ട്സ് നമ്മൾ ചാണകം പോലും നമ്മൾ ഇടുന്നില്ല. കാരണം മണ്ണിൽ അവിടെ തന്നെ ആവശ്യമായ വേണ്ടതായ ഘടകങ്ങളെല്ലാം ഉണ്ട്. അതായത് കോടിക്കണക്കിന് ജീവജാലങ്ങൾ മണ്ണിലുണ്ട്. അപ്പോൾ അവരുടെ കാസ്റ്റിങ്സ് അതുമാത്രം മതിയാവും. അപ്പോൾ അവർ തന്നെ എല്ലാം പറമ്പ് മുഴുവൻ അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിന് പൈസയും ചിലവ് ചെയ്ത് സ്പ്രെഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് അവിടെ തന്നെ ജീവജാലങ്ങൾ അതെല്ലാം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വളരുന്നത്. മുമ്പൊക്കെയാണെങ്കിൽ തെങ്ങിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ തെങ്ങിൻ്റെ ചൂട് കളയ്ക്കുക, മണ്ട ഒരുക്കുക, ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ടാകും. നമ്മളിതെല്ലാം ഉപേക്ഷിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് മനസ്സിലായി. ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ തെങ്ങ് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. അതുപോലെ ബട്ടർ ഫ്രൂട്ടിനാണെന്നൊക്കെ അതിൻ്റെ ആരോഗ്യം കണ്ടാൽ മനസ്സിലാവുമല്ലോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. അത് താനേ വളർന്നുള്ളൂ. അതിന് വെള്ളം കിട്ടിയാൽ മാത്രം മതി. കാട്ടിലെ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവിടെ ആരും പ്രത്യേകിച്ച് ഒരു അഗ്രികൾച്ചർ വർക്കും ചെയ്യുന്നില്ല. പ്ലവിങ് ഇല്ല, വളം കൊണ്ടുവന്നിരുന്നില്ല, പെസ്റ്റിസൈഡ് അടിക്കുന്നത് ഒന്നുമില്ല. എല്ലാ മരത്തിലും എല്ലാ വർഷവും നന്നായിട്ട് വിളവ് തരുന്നു. ഒരിക്കലും കുറവ് വരുന്നില്ല. കാലാവസ്ഥയിലുള്ള വേരിയേഷൻസ് വരുമ്പോൾ ഉള്ള കുറവ് മാത്രമേ അതിൽ വരാറുള്ളൂ. അല്ലാണ്ട് രോഗങ്ങളില്ല, വിളവ് കുറവില്ല. ആ സിസ്റ്റമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഇത് നഞ്ചങ്കോട് രസബാള എന്ന് പറയുന്ന ഒരു ഇനം വാഴയാണിത്. ഇതിന് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ അല്ലേ, അതെ, ജിയോഗ്രാഫിക് ഇൻഡിക്കേഷനുള്ള വെറൈറ്റിയാണിത്. അത് നഞ്ചങ്കോട് ഭാഗത്ത് വളരുന്നതിനാണ് അത് കിട്ടുക. പക്ഷേ നമ്മൾ ആ വെറൈറ്റിയാണ് നമ്മളവിടെ വെച്ചിരിക്കുന്നത്. അവിടെ കിട്ടുന്നതിന് അതിന് കൂടുതൽ വില കിട്ടും. ഇത് നമുക്ക് ശരാശരി കിലോയ്ക്കൊരു 65 രൂപ ശരാശരി നമുക്ക് കിട്ടും. 60 മുതൽ 75, ചില സമയത്ത് 80-85 വരെ കിലോയ്ക്ക് പോകാറുണ്ട്. നമ്മൾക്കൊരു കൊല 8 മുതൽ 15 കിലോ വരെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു ശരാശരി 12 കിലോ ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ അങ്ങനെ കാര്യമായ രോഗങ്ങളൊന്നും പറയാനില്ല. നമ്മളിപ്പോൾ ഒരു 300 വാഴ വെച്ചതിൽ ഇത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റാണ് വെച്ചത്. അതിൽ നമുക്കൊരു 1 ലക്ഷം രൂപ വന്നു കഴിഞ്ഞു ഇപ്പോൾ തന്നെ. ഇപ്പോൾ രണ്ടാമത്തെ കട്ടിങ്ങിനുള്ളതാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത കൊലയായി വരണം. അതിൻ്റെ നല്ലൊരു വിത്ത് നിർത്തി ബാക്കിയൊക്കെ നമ്മൾ പറിച്ചു മാറ്റി കഴിയുന്നു. അപ്പോൾ കൊല വെട്ടുന്നതിൻ്റെ നമ്മൾ അപ്പോൾ പറിച്ചു മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ 7-6 എന്നുള്ള സ്പേസിങ്ങിലാണ് ഇത് വെച്ചിരിക്കുന്നത്. അതായത് ഒരു വാഴയ്ക്കൊരു 42 സ്ക്വയർ ഫീറ്റ് ഏരിയയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളിൽ വെളിച്ചം കിട്ടുകയും ചെയ്യും. കുറേ കളകളൊക്കെ ഉണ്ടാകും. കളകളുണ്ടാകുന്ന നമ്മളത് വീട്ട് കട്ടറിന് വെട്ട് കഴിയുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് 1 ലൈൻ മഞ്ഞളും കൂടെ വെച്ച് വിട്ടിട്ടുണ്ട്.
കിട്ടിയാൽ കിട്ടട്ടെ വന്നാൽ വരട്ടെ എന്ന് കരുതി വെച്ച് വിട്ടിട്ടുണ്ട്. കുറേ നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് നമുക്കതിന് നഷ്ടപ്പണിയോ ചിലവുകളോ ഒന്നും വരുന്നില്ല. താനും നനയാതായാലും നനയ്ക്കുന്നുണ്ട്. അപ്പം അതതിൻ്റെ കൂട്ടത്തിൽ തന്നെ വളർന്നോളും, കിട്ടുന്നത് ലാഭം. ഇത് നമുക്ക് തൈക്ക് നമ്മൾ ടിഷ്യൂ പ്ലാന്റിന് നമ്മളൊരു 30 രൂപ കൊടുത്തിട്ടുണ്ട് തൈക്ക് വില. പിന്നെ മറ്റു ചിലവുകളെല്ലാം കൂടെ ഒരു 10,000 രൂപ ഒന്ന് കൂട്ടിക്കും. അത് നമുക്ക് 1 ലക്ഷം രൂപ മിച്ചം വന്നു കഴിഞ്ഞിപ്പം. അതിൽ 1 ലക്ഷം രൂപ ഉണ്ടോ കൂട്ടിയോ? 1 ലക്ഷം രൂപ 20 പോയിട്ട് 80,000 രൂപ ഇത്രയും വാഴ നമുക്ക് 300 വാഴ നിന്ന് കിട്ടിയിപ്പം. ഇനി നമുക്ക് അടുത്ത കട്ടിങ്, ഇനിയൊരു 2 കട്ടിങ് കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ വാഴകൾ ഇപ്പം വളർന്നു കഴിഞ്ഞു. ഇനി അടുത്തതും വെട്ടുന്ന വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിതിൻ്റെ വിത്തുകൾ പറിച്ച് വേറെ നട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇനിയും നമ്മൾ ഞാലിപ്പൂവൻ നടുന്നതിന് പകരം മുഴുവൻ നമ്മൾ ഇതാക്കാനാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ നമ്മൾ നട്ട് കഴിഞ്ഞ് ഇനിയും കുറേ നടാനുമുണ്ട്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഒരു ആവറേജ് വിലയിൽ ഇങ്ങനെ നിൽക്കുക, അങ്ങനെ അധികം താഴെ പോകാറില്ല. ആ സമയം ഞാലിപ്പൂവിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അത് ചില സമയത്ത് ഈ ഉത്സവ കാലങ്ങളിലൊക്കെ നല്ലപോലെ വില കൂറും. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് 85 രൂപ 1 കിലോയ്ക്ക് വില. അതിപ്പോൾ കുറഞ്ഞത്രയാണ് 15 രൂപ വരെ താന്നിട്ടുണ്ട്. ഇതിൻ്റെ വില അങ്ങനെ കുറയാറില്ല. നമുക്കിതിൻ്റെ ഈ വാഴയുടെ വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം 300 വാഴയെന്ന് 1 ലക്ഷം രൂപയായി മേളിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചിലവെന്ന് പറയുന്ന ഒരു 20,000 രൂപ വന്നിട്ടുണ്ട്. അപ്പം നെറ്റ് ഇൻകം എന്ന് പറയുന്നത് നമുക്ക് 80,000 രൂപ മിച്ചം വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ. ഇത് രണ്ടാമത്തെ ഉള്ളത് ഇപ്പോൾ നമ്മൾ എല്ലാം വെട്ടിപ്പോയി. അതിൻ്റെ വെട്ടുന്നതിൻ്റെ നമ്മൾ ഒരെണ്ണം നിർത്തും, ബാക്കിയൊക്കെ പറിച്ചു മാറ്റിക്കൊണ്ട് അത് വേറെ നടും. പിന്നെ വരുമാനം എന്ന് പറയുന്നത് ഇത് നമുക്ക് ശരാശരി ഒരു 60 രൂപ മുതൽ 75 രൂപ വരെ വിലയിൽ പോകും. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും 65 രൂപയെ കുറയാണ്ട് നമുക്ക് കിട്ടും. ഒരു കൊല നമുക്കൊരു 12 കിലോ ശരാശരി കിട്ടും. അത് 8 മുതൽ 15 കിലോ വരെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് ശരാശരി ഒരു 12 കിലോ. അത് നമ്മൾ മൈസൂർ മാർക്കറ്റിലാണ് വിടുന്നത്. അവിടെ എത്ര കൊല എന്നാലും അത് വിറ്റും പോവും. അതിന് ഒരിക്കലും വിലയിലങ്ങനെ കുറവ് വരും. അതേസമയം നേന്ത്രക്കായാണെന്നുണ്ടെങ്കിൽ ഓണം സീസണിൽ നല്ല വിലയുണ്ടാകും. ഈ കഴിഞ്ഞ ഓണത്തിന് 63 രൂപ വരെ എങ്ങാണ്ട് വില വന്നു. അത് കഴിഞ്ഞപ്പോഴത്തെ കുറഞ്ഞ 28-26 വരെ താന്നിരിക്കുകയാണ്. ഞാലിപ്പൂവനാണെങ്കിലും ഉത്സവ സമയത്ത് നല്ല വിലയുണ്ടാകും. 85 രൂപ വരെ വന്നായിരുന്നു 2 മാസം മുമ്പ്. ഇപ്പോൾ അത് കുറഞ്ഞ 15 രൂപ വരെ എത്തിയിരിക്കുകയാണ്. അതേസമയം ഈ ഇതിനാണെങ്കിൽ വലിയ വില വ്യത്യാസം വരാറില്ല. നമുക്കൊരു 65 രൂപ ശരാശരി എന്ന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് നമ്മുടെ സ്വന്തം നഴ്സറിയാണ്. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് കുറേ ആവശ്യമുണ്ട്. മിച്ചമുള്ളത് ഞാൻ വിൽക്കുകയും ചെയ്യും. അപ്പോൾ അവിടെ ആദ്യം മരം നമ്മൾ സെലക്ട് ചെയ്തു. അതായത് ഒരു 40 ഓലമടലെങ്കിലും ഉള്ള മരം, നിറയെ കായുള്ളത്, കോലയ്ക്ക് നല്ല നീളമുള്ളത്, കായ്ക്ക് വലിപ്പമുള്ളത്, പൊതിച്ച് കഴിഞ്ഞാലും കായ്ക്ക് വലിപ്പവും തൂക്കമുള്ളത്, ഉള്ളുകെട്ടിയുള്ളത്, ഇതെല്ലാം എനിക്ക് ഓരോ മരം, നമ്മുടെ പറമ്പിലെ ഓരോ മരം എനിക്കറിയാം. അപ്പോൾ അതനുസരിച്ച് ഞാനത് സെലക്ട് ചെയ്തും അടയാളം കെട്ടി നിർത്തും. എന്നിട്ട് അതിൻ്റേതാണ് തേങ്ങായിട്ട് നമ്മൾ നല്ലപോലെ എല്ലാം വരണ്ട തേങ്ങ മാത്രമേ നമ്മൾ ഇതിനു വേണ്ടി വിത്തായിട്ട് എടുക്കാറുള്ളൂ. അതുകൊണ്ട് നമ്മൾ കവറിനകത്ത് പാകുകയാണ് ചെയ്യുന്നത്. ഓരോ കവറിനകത്തും ഓരോ തേങ്ങ വെച്ച് പാകി അത് 3 മുതൽ 5 മാസം വരെയാണ് അതിൻ്റെ കിളിർക്കുന്ന സമയം. 5 മാസം കഴിഞ്ഞ് കിളിർക്കാത്തതിനെ എല്ലാം നീക്കം ചെയ്യും. അത് കഴിഞ്ഞും നമ്മൾ ഒരു 1.5 വർഷം, 1 വർഷം, ഒരു 15 മാസമെങ്കിലും ആയെങ്കിൽ ഇതിപ്പോൾ നമ്മൾ 15-16 മാസമായ തൈകളാണിത്. കണ്ടാൽ 2 വർഷത്തിൽ കൂടുതൽ വളർച്ച തോന്നും. പക്ഷേ 15 മാസം വളർച്ചയായിട്ടുള്ളൂ. നമ്മൾ ഒരു വർഷം ആകുമ്പോഴത്തെ നമുക്ക് തൈകൾ ഏതാണ്ട് നമുക്ക് ഗ്രേഡ് നല്ല തിരിച്ചറിയാം. അതിലെ മോശം തൈകളെല്ലാം നമ്മൾ അതിൽ നിന്ന് നീക്കം ചെയ്യും. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇത് കണ്ടോ, ഓലകളുടെ എണ്ണം കൂടുതലുള്ളത്, ഈ ചൂടുവണ്ണം ഏറ്റവും കൂടുതലുള്ളത്, പിന്നെ ഇതിൽ തന്നെ ഹൈറ്റ് കൂടിയതും കുറഞ്ഞതുകൊണ്ട്, അതുപോലെ ഇത് ഓല ആദ്യം ഇങ്ങനെ സെപ്പറേറ്റ് ആകുന്നത്, ഇതൊക്കെയാണ് ആദ്യം കായ ഉണ്ടാകുക. അപ്പോൾ അതനുസരിച്ചുള്ള നമ്മൾ സെലക്ട് ചെയ്താണ് നടുന്നത്. ഇത് സെലക്റ്റഡ് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അതിൽ ഗ്രേഡ് കുറഞ്ഞതൊക്കെ ഞാൻ മാറ്റി വേറെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല. എന്ത് തരുമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കത്തില്ല. പിന്നെ തീരെ മോശമായിട്ടുള്ള അത് ഈ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണത്. പിന്നെ തീരെ ഏറ്റവും ഗ്രേഡ് മോശം അതെല്ലാം ഞാൻ കളയുകയും ചെയ്തത്. അപ്പോൾ ഞാൻ ഒരു തൈക്ക് 200 രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത് ഇവിടുത്തെ വില വെച്ച്. നമ്മുടെ കൃഷിയിൽ വിജയത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ ലാഭത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുന്നതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് കൂടുതലും അവനവൻ്റെ പറമ്പിലിറങ്ങി ശരിയായ രീതിയിൽ അധ്വാനിക്കാത്തതാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഞാൻ കാണുന്നത്. സ്വന്തം പറമ്പിൽ സ്വന്തമായിട്ട് അധ്വാനിച്ച് പരമാവധി മറ്റുള്ളവരെ ആശ്രയം കൂടാണ്ട് സ്വന്തമായിട്ടുണ്ടാക്കാനുള്ള അധ്വാനിക്കാനുള്ള തയ്യാറുണ്ടെങ്കിലേ കൃഷിയിൽ ഇറങ്ങാവുള്ളൂ, ഇറങ്ങിയിട്ടും കാര്യമുള്ളൂ. നീക്കുവാക്കുണ്ട്. അല്ലാത്ത പക്ഷം നഷ്ടം വരും. അപ്പം കൃഷി നഷ്ടമാണെന്ന് പറയും, അതിനെക്കുറിച്ച് വിലപിക്കും. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലിപ്പം ഞാൻ കുറേ കണ്ടതിൽ നിന്ന് നമ്മുടെ പ്രധാന ഒരു ജോലി എന്ന് പറയുന്നത് കല്യാണം കൂടുക, മരിച്ചടക്ക് കൂടുക, മാമോദീസ കൂടുക,
കയറി താമസത്തിന് കൂടുക, ഇങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ചരട് കെട്ട് എന്തെങ്കിലും പരിപാടിക്ക് ഇങ്ങനെ അറ്റൻഡ് ചെയ്യുക. അതൊരു ദിവസം 2, 3, 4 ഫംഗ്ഷനുകൾ കാണും. ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കൃഷി ചെയ്യാൻ എവിടെയാണ് സമയിരിക്കുന്നത്? അപ്പം ആ ഒരു ചടങ്ങുകൾ നമ്മൾ പരമാവധി കുറയ്ക്കണം. അത് നടത്തുന്നവരും പരമാവധി ആൾക്കാരെ കുറച്ച് ക്ഷണിക്കുക എന്നുള്ളതാണ്. ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം ആ ക്ഷണിക്കുന്നതിൻ്റെ എണ്ണം കുറയ്ക്കുക. അപ്പോൾ ആൾക്കാർക്കും അവനവരെ ജോലിക്ക് ചെയ്യാനുള്ള സമയം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ സ്വന്തം പറമ്പിൽ അവനവൻ അധ്വാനിച്ച് നീക്കിവാക്കി ഉണ്ടാക്കുന്ന ഇതിലേക്ക് വരണം. അതായത് അവനവൻ്റെ അധ്വാനമെങ്കിലും മിനിമം പണമായിട്ട് മാറണം. ഇതിപ്പം നമ്മുടെ അവനവൻ അധ്വാനിക്കുന്നുമില്ല, കയ്യിലിരിക്കുന്ന പൈസ അല്ലെങ്കിൽ കടം വാങ്ങിച്ച് അങ്ങനെ പണിക്കൂലി കൊടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മുടെ കിട്ടാനുള്ളതിൽ നിന്ന് ഇൻകം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെലക്ഷൻ വളരെ ഈ തൈകളുടെ സെലക്ഷൻ പോരെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ തൈകൾ ഏറ്റവും നല്ല മദർ പ്ലാന്റ് ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുക, അതിൻ്റെ സീഡ്സ് അല്ലെങ്കിൽ സീഡ്ലിങ്സ് ഏറ്റവും നല്ലത് സെലക്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അതിനെ കറക്റ്റായിട്ട് അതിൻ്റെ നട്ട് പരിപാലിച്ച് വന്നു കഴിഞ്ഞാൽ മാക്സിമം ആദായം കിട്ടും അതിൽ നിന്ന്. നമ്മൾ ഇപ്പോൾ 100 തേങ്ങ വാങ്ങിയാൽ അതിൽ ഒരു 80 എണ്ണവും അല്ലെങ്കിൽ 90 എണ്ണം മുളയ്ക്കും. ആ 90 എണ്ണം നട്ട് കഴിഞ്ഞാൽ അതിൽ കായുണ്ടാകുന്ന 30 എണ്ണത്തിലെ അല്ലെങ്കിൽ ഒരു 40 എണ്ണത്തിനുള്ളിലുള്ളതിലെ നല്ല വിളവുണ്ടാവുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. അത് ലാഭകരമല്ല. എൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഈ 100 തേങ്ങ പാകിയാൽ അതിൽ 30 എണ്ണം മാത്രമേ എടുക്കുക, അല്ലെങ്കിൽ 33 എണ്ണം. 40-നുള്ളിൽ, 40-ൽ കൂടാതിരിക്കുക, 40 അതിന് മേളിൽ വരുന്ന മാറ്റുക. ഈ ആദായം കിട്ടാനുള്ള ഇത്രയും മരമുള്ളൂ, അത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അത്രേ അത് അധ്വാനിക്കാനുള്ളതെല്ലാം നമ്മൾ അധ്വാനിക്കണം. ഫെർട്ടിലൈസർ കൊടുക്കുന്നവരാണെങ്കിൽ അത് കൊടുക്കണം, കളയെടുക്കുന്ന അത് ചെയ്യണം, നനയ്ക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ നമുക്ക് ആദായം കിട്ടുമെന്ന് പറയുന്നത് ഈ 30-35 എണ്ണത്തിലേ കിട്ടുള്ളൂ. അപ്പം അത് മാത്രം നേടുക, മറ്റത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തെങ്കിലേ നമുക്ക് പരമാവധി ആദായം കിട്ടത്തുള്ളൂ.